കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിൽ എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് പയർ. ശാസ്ത്രീയമായ കൃഷി രീതിയെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതുപോലെയൊക്കെ കൃഷിയെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പയർ ആഴ്ചത്തോറും വിളവെടുക്കാൻ കഴിയും. ഒരു 3-4 ചാക്കിലോ ഗ്രോ ബാഗിലോ ഇനി നിലത്തായാലും നമുക്ക് ഈസിയായി പയർ കൃഷി ചെയ്യാവുന്നതാണ്. നിലത്താണ് നമ്മൾ വിത്ത് നടുന്നതെങ്കിൽ മണ്ണ് കിളച്ച് മറിച്ചതിന് ശേഷം കട്ടയും കല്ലും കളഞ്ഞ് കുമ്മായം ഇട്ട് വെയിൽ കൊള്ളിച്ച് തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു മണ്ണൊരുക്കം നടത്താതെ ഒരു കൃഷിയും നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. വളർന്ന് വലുതായി വരുമ്പോഴായിരിക്കും മഞ്ഞളിപ്പ്, കുരുടിപ്പ്, ഇലവാട്ടം, മുഞ്ഞ തുടങ്ങി സകല കീടങ്ങളുടെ ആക്രമണം വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് അത് നിലത്തായാലും ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും ഇനി ചാക്കിലായാലും മണ്ണ് കുമ്മായം ഇട്ട് തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരാഴ്ച വെയിൽ കൊള്ളിച്ച ശേഷം അടിവളമായി ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും ചേർത്ത് മണ്ണ് ഇളക്കി വീണ്ടും 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വിത്തുകൾ നടാൻ പാടുള്ളൂ. വിത്തുകൾ നടുന്നതിന് മുമ്പായിട്ട് സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ ശുദ്ധമായ വെള്ളത്തിലോ 10-12 മണിക്കൂർ നേരം വിത്തുകൾ കുതിർത്തി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ വിത്തുകൾ പെട്ടെന്ന് തന്നെ മുളച്ചു വരും. കഴിയുന്നതും ട്രേകളിൽ പാകി മുളപ്പിച്ച് 4 ഇല പ്രായമാകുമ്പോൾ മാറ്റി നടുന്നതാണ് നല്ലത്. തൈകൾ മാറ്റി നടുമ്പോൾ കുഴികൾ തമ്മിൽ 1.5 അടി അകലമിട്ടാണ് ശരിക്കും ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നവർ തൈകൾ നടാറുള്ളത്. ഞാനിവിടെ അങ്ങനെ പ്രത്യേകിച്ച് അകലമൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് സ്ഥല സൗകര്യം വളരെ കുറവാണ്. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ തൈകൾ നട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട് തൈകൾ നട്ടോളൂ. പയർ വളർന്ന് വള്ളി വീശി തുടങ്ങിയാൽ പടർന്ന് കയറാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ വള്ളി പന്തലിൽ കയറി തുടങ്ങിയാൽ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല കൊണ്ടോ കരിയില കൊണ്ടോ പുതയിട്ട് തടത്തിലേക്ക് മണ്ണ് കയറ്റി കൊടുക്കുകയും വേണം. അതിനുശേഷം പിന്നീട് പൂവിട്ട് തുടങ്ങുമ്പോഴാണ് രണ്ടാമതായി വളം ചേർത്ത് കൊടുക്കേണ്ടത്. പയർ ചെടിയെ എല്ലാ തരം കീടങ്ങളും അറ്റാക്ക് ചെയ്യാറുണ്ട്. പയർ ചെടിയെ ബാധിക്കുന്ന പ്രധാന കീടമാണ് മുഞ്ഞ. കടുകുപണി പോലെ വള്ളികളിൽ പറ്റിപ്പിടിച്ച് ചെടിയുടെ നീരൂറ്റി കുടിച്ച് ചെടി തന്നെ നശിപ്പിച്ചു കളയുന്ന കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് ലായനിയും അതുപോലെ ബിവേറിയയും മാറി മാറി ആഴ്ചതോറും ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുഞ്ഞയുടെ ആക്രമണമില്ലാതെ ചെടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേപ്പെണ്ണ മിശ്രിതം ബിവേറിയ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നല്ല കുറുകിയ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്ത് മുഞ്ഞയുടെ ആക്രമണമുള്ള ഭാഗത്തിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് പുരട്ടി കൊടുത്താലും മുഞ്ഞയുടെ ഉപദ്രവം മാറി കിട്ടും. ഇനി ഉറുമ്പിൻ്റെ ശല്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ ലിക്വിഡ് സോപ്പും കൂടി ചേർത്ത് ചെടികൾ തെളിച്ച് കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യം മാറി കിട്ടും. പയർ കൃഷിയെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഏറ്റവും കൂടുതലായി കീടങ്ങളുടെ ആക്രമണം കാണുന്നത് പയറിലാണെന്ന് തോന്നുന്നു. ഉറുമ്പ് മുതൽ ചാഴി വരെ സർവ്വതും പയർ ചെടി ആക്രമിക്കും. അതുപോലെ തന്നെ പയർ ചെടിയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് മൊസൈക്ക് രോഗം. ഇലകളിലെല്ലാം മഞ്ഞ പുള്ളികൾ വരികയും ക്രമേണ ഇല മുഴുവൻ മഞ്ഞ നിറമായി കരിഞ്ഞ് ചെടി തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. ഇത്തരം രോഗങ്ങൾ കണ്ട ഉടനെ രോഗമുള്ള ചെടികളെ പിഴുത് നശിപ്പിക്കുക തന്നെ വേണം. രോഗനിയന്ത്രണത്തിനായി വേപ്പധിഷ്ഠമായ കീടനാശിനി തളിക്കുക എന്നതാണ് പ്രതിവിധി. അതുപോലെ തന്നെ പുറമേക്ക് കാണാത്ത വിധത്തിൽ വേരുകൾ ചീഞ്ഞ് ചെടി വാടിപ്പോകുന്ന അവസ്ഥയും ചെടികളിൽ കാണാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് സ്യൂഡോമോണസ് തളത്തിൽ ഒഴിച്ചു കൊടുക്കുകയും വേപ്പൻ പിണ്ണാക്ക് തളത്തിൽ ഒരു ചെടിക്ക് 100 ഗ്രാം വീതം ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ പ്രോട്ടീൻ്റെ കലവറയായ പയർ കൃഷി നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്തുക. ചിട്ടയായ രീതിയിൽ വളവും പരിചരണവും കൊടുത്താൽ 50-60 ദിവസം കൊണ്ട് തന്നെ പയർ വിളവെടുക്കാൻ സാധിക്കും. ഇത് പറയുന്നതിനിടയിൽ ഞാൻ പയറിൻ്റെ വിളവെടുപ്പ് കൂടി നടത്തുന്നുണ്ട്. ഇത് വൈജയന്തി ഇനത്തിൽപ്പെട്ട പയർ ഇനമാണ്. ആഴ്ചയിൽ 1 തവണ വീട്ടിലേക്ക് ആവശ്യമായ പയർ ഇതിൽ നിന്നും കിട്ടാറുണ്ട്. ഓരോ തവണ വിളവെടുപ്പ് നടത്തിയതിന് ശേഷവും ബിവേറിയ 2.5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയുടെ ഇലകളിലെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കീടശല്യം പയർ ചെടികളിൽ വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.